ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള സൂപ്പർ 4 മണി പലഹാരമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 1/4 കിലോ മൈദ, അതുപോലെ തന്നെ 1/4 കിലോ റവ, ഒരു അരമുറി തേങ്ങ, കുറച്ച് ശർക്കര നമ്മളിതിവിടെ ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, ഇത് നമ്മളിവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈദയും റവയും എല്ലാം കൂടെ ചേർത്തത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചത് ഈ രൂപത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ചാലും ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ജീരകത്തിനകത്തോട്ട് നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. നമ്മളൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ്. ഇതിൽ ചുട്ടെടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നമ്മുടെ ചട്ടിയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം എണ്ണ. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുവേ. 4 മണിക്ക് നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാധനം കൂടെ ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ മധുരത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് ശർക്കരയൊക്കെ ചേർക്കാം. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി പിള്ളേർക്കൊന്ന് എല്ലാം തന്നെ ഉണ്ടാക്കുമായിരിക്കും, എന്നാലും ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതാട്ടോ. നമ്മുടെ അടിയത്തെ മാവ് ഇതേപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു തവി മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടയുടെ അടിവശമൊക്കെ ശരിയായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡും കൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഷേപ്പിങ്ങിലും ഉണ്ടാക്കാവേ. അപ്പം നമ്മുടെ ഡബിൾ അടയും അതുപോലെ തന്നെ മടക്കിയിട്ടുള്ള അടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ അട കട്ട് ചെയ്തപ്പോൾ കണ്ടോ, നല്ല ചോക്ലേറ്റ് പോലെയാണ് ഉള്ളിലൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളൊന്ന് വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.